പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥികളെ, വെൽക്കം ടു ലേൺ വിത്ത് ARM. ഡെയിലി മലയാളം ക്ലാസ്സിൽ ഇന്ന് നമ്മൾ എടുത്തിരിക്കുന്ന ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് പറയുന്നത് 2019 നടന്ന വില്ലേജ് എക്സ്റ്റൻഷൻ ഓഫീസറിന്റെ ചോദ്യപേപ്പറാണ്. ഈ എക്സാം നടന്നത് എറണാകുളം ജില്ലയ്ക്ക് വേണ്ടിയിട്ടും പാലക്കാട് ജില്ലയ്ക്ക് വേണ്ടിയിട്ടും വയനാട് ജില്ലയ്ക്ക് വേണ്ടിയിട്ടും ആയിരുന്നു. നോക്കാം. ഒന്നാമത്തെ ചോദ്യം, വീരസേനന്റെ പുത്രൻ ഏതാണെന്ന് ചോദിച്ചിരിക്കുന്നു. വീരസേനി, വൈരസേനി, വൈരസേനൻ, വൈരസേനികൻ എന്നിവയാണ് ഓപ്ഷൻസിൽ നൽകിയിരിക്കുന്നത്. നമുക്കറിയാം വീരസേനന്റെ പുത്രൻ എന്ന് പറയുന്നത് ആരാണ്? വൈരസേനിയാണ്. ആരാണ്? വൈരസേനിയാണ് വീരസേനന്റെ പുത്രൻ. ചില ഒറ്റപ്പദങ്ങൾ നോക്കാം. ശൂരസേനന്റെ വംശത്തിൽ ജനിച്ചവൻ ആരാണ്? ശൗരിയാണ്. ആരാണ്? ശൗരി. രഘുവംശത്തിൽ ജനിച്ചവൻ ആരാണ്? രാഘവനാണ്. രഘുവംശത്തിൽ ജനിച്ചവൻ രാഘവൻ. യദുവംശത്തിൽ ജനിച്ചവൻ ആരാണ്? യാദവനാണ്. യദുവംശത്തിൽ ജനിച്ചവൻ യാദവൻ. സുമിത്രയുടെ മകൻ ആരാണ്? സൗമിത്രിയാണ്. സുമിത്രയുടെ മകൻ സൗമിത്രി. ദ്രോണരുടെ പുത്രൻ ആരാണ്? ദ്രൗണിയാണ്. ദ്രോണരുടെ പുത്രൻ ദ്രൗണി. ദ്രുപദന്റെ പുത്രി ആരാണ്? ദ്രൗപദിയാണ്. ദ്രുപദന്റെ പുത്രി ദ്രൗപദി. അർജുനന്റെ തേരാളി ആയിട്ടുള്ളവൻ ആരാണ്? പാർത്ഥസാരഥിയാണ്. ധൃതരാഷ്ട്രരുടെ പുത്രൻ ആരാണ്? ധർത്തരാഷ്ട്രനാണ്. ധൃതരാഷ്ട്രരുടെ പുത്രൻ ധർത്തരാഷ്ട്രൻ. കുരുവംശത്തിൽ പിറന്നവർ ആരാണ്? കൗരവർ. കുരുവംശത്തിൽ പിറന്നവർ കൗരവർ. ഉഗ്രശപഥം ചെയ്തവൻ ആരാണ്? ഭീഷ്മറാണ്. ഭീമന്റെ പുത്രി ആരാണ്? ഭൈമിയാണ്. ഭീമന്റെ പുത്രി ഭൈമി. ദശരഥന്റെ മകൻ ദാശരഥിയാണ്. സഹോദരി പുത്രനെ നമ്മൾ പറയുന്ന പേര് ഭാഗിനേയൻ എന്നാണ്. സഹോദരിയുടെ പുത്രിക്ക് നമ്മൾ പറയുന്ന പേര് ഭാഗിനേയി എന്നാണ് പറയുന്നത്. ഭാഗിനേയി. പുത്രനെ നമ്മൾ വിളിക്കുന്ന പേര് പൗത്രൻ എന്നാണ്. പുത്രന്റെ പുത്രിയാണെങ്കിൽ പൗത്രിയാണ്. മകളുടെ മകൾ പറയുന്ന പേര് ദൗഹിത്രി. മകളുടെ മകനാണെങ്കിലോ ദൗഹിത്രനാണ്. എന്താണ്? ദൗഹിത്രനാണ്. ഓക്കെ അല്ലേ? അടുത്ത ചോദ്യം, മാതൃക പോലെ എഴുതുക എന്നാണ് പറഞ്ഞിരിക്കുന്നത്. മാതൃക പോലെ എഴുതുക എന്താണ്? മാതൃക നൽകിയിരിക്കുന്നത് വാഴച്ചൂട എന്ന് പറയുന്നത് വാഴയുടെ ചൂട എന്ന് നൽകിയിരിക്കുന്നു. ജീവിതാവസ്ഥ എന്ന് പറയുന്നത് എന്താണ് എന്ന് ചോദിച്ചിരിക്കുന്നത്. ജീവിതാവസ്ഥ എന്ന് പറയുന്നത് എന്താണ്? ജീവിതത്തിന്റെ അവസ്ഥയാണ്. എന്താണ് ജീവിതാവസ്ഥ എന്ന് പറയുന്നത്? ജീവിതത്തിന്റെ അവസ്ഥയാണ്. ഓക്കെ അല്ലേ? ചില വിഗ്രഹിക്കുന്ന അല്ലെങ്കിൽ ഒറ്റപ്പദങ്ങൾ എന്താണെന്ന് നമുക്ക് നോക്കാം. വിഗ്രഹിക്കാം. മനക്കരുത്ത് എന്ന് പറയുന്നത് മനമാകുന്ന കരുത്താണ്. മാനസ മന്ദിരം എന്ന് പറയുന്നത് മാനസമാകുന്ന മന്ദിരമാണ്. രോമാഞ്ച കുപ്പായം എന്ന് പറയുന്നത് രോമാഞ്ചമാകുന്ന കുപ്പായമാണ്. ഭാഗ്യ പാരാവാരം എന്ന് പറയുന്നത് ഭാഗ്യമാകുന്ന പാരാവാരമാണ്. ഭാഗ്യമാകുന്ന പാരാവാരമാണ്. തീവണ്ടി എന്ന് പറഞ്ഞാൽ എന്താണ്? തീയാൽ ഓടിക്കപ്പെടുന്ന വണ്ടിയാണ് തീവണ്ടി. മധുരമൊഴി എന്ന് പറഞ്ഞാൽ എന്താ? മധുരമായ മൊഴിയുള്ളവളാണ് മധുരമൊഴി. നെടുങ്കണ്ണി എന്ന് പറഞ്ഞാൽ എന്താ? നെടിയ കണ്ണുള്ളവളാണ്. ഭീമനാണെങ്കിലോ ഭീമകർമ്മം ചെയ്യുന്നവൻ ഭീമൻ. വൈദേശിയാണെങ്കിൽ വിദേശ രാജ്യത്ത് ജനിച്ചവളാണ്. അഭിമുഖമാണെങ്കിൽ മുഖത്തിന് നേരെ. അഭിമുഖം എന്ന് പറഞ്ഞാൽ മുഖത്തിന് നേരെ എന്നാണ് പറയുന്നത്. ഓക്കെ അല്ലേ? അടുത്ത ചോദ്യം, പര്യായപദമല്ലാത്തത് എന്ന് ചോദിച്ചിരിക്കുന്നു. ശരീരത്തിന്റെ പര്യായപദമല്ലാത്തത് താഴെ തന്നിരിക്കുന്നതിൽ നമ്മൾ ഇത് കണ്ടുപിടിക്കേണ്ടതാണ്. ഓക്കെ അല്ലേ? മെയ്യ്, തനു, കായം, ഘൃതം എന്നിവയാണ് നൽകിയിരിക്കുന്നത്. ശരീരത്തിന്റെ പര്യായപദം അല്ലാത്തത് ഏതാണ്? ഘൃതമാണ്. ഘൃതമാണ് ശരീരത്തിന്റെ പര്യായപദം അല്ലാത്തത്. ഓക്കെ. മെയ്യും തനുവും കായവും എന്താണ്? ശരീരത്തിന്റെ പര്യായപദം ആണ്. ഘൃതം എന്ന് പറയുന്നത് ശരീരത്തിന്റെ പര്യായപദം അല്ല. ഓക്കെ അല്ലേ? പര്യായപദങ്ങൾ നോക്കാം. അച്ഛൻ. താതൻ എന്ന് പറയുന്നതും ജനകൻ എന്ന് പറയുന്നതും അച്ഛനാണ്. താതൻ, ജനകൻ. അന്ധകാരമാണെങ്കിൽ തമസ്, ധ്വാന്തം എന്നിവ അന്ധകാരമാണ്. അമ്മയാണെങ്കിലോ അമ്മയുടെ പര്യായപദങ്ങൾ ജനനി, ജനയിത്രി, തായ,
പ്രസു എന്നിവ അമ്മയുടെ പര്യായപദമാണ്. ചന്ദ്രനാണെങ്കിൽ മതി, മതി, ശശാങ്കൻ എന്നിവ ചന്ദ്രന്റെ പര്യായപദങ്ങളാണ്. ഇലയാണെങ്കിൽ ദലം, പത്രം, ഛദനം, ഛദം, പലാശം, പർണം എന്നിവ ഇലയുടെ പര്യായപദമാണ്. ഉപ്പാണെങ്കിലോ അക്ഷീപം, അക്ഷീപം, വസിരം, ലവണം, സാമുദ്രം എന്നിവ ഉപ്പിന്റെ പര്യായപദമാണ്. ഉറക്കമാണെങ്കിലോ നിദ്ര, സുഷുപ്തി, സ്വാപം, ശയനം, സുപ്തി എന്നിവ ഉറക്കത്തിന്റെ പര്യായപദമാണ്. കിണറാണെങ്കിൽ കൂപം, അന്ധു, ഉദപാനം എന്നിവ കിണറിന്റെ പര്യായപദമാണ്. ഓക്കെ അല്ലേ? അടുത്ത ചോദ്യം, ചെണ്ട കൊട്ടിക്കുക. ചെണ്ട കൊട്ടിക്കുക എന്ന ശൈലി ഏതർത്ഥത്തിലാണ് പ്രയോഗിക്കുന്നത്? ചെണ്ട കൊട്ടിക്കുക എന്ന ശൈലി ഏതർത്ഥത്തിലാണ് പ്രയോഗിക്കുക? സന്തോഷിപ്പിക്കുക, ആശ്വസിപ്പിക്കുക, അപമാനിക്കുക, പ്രകീർത്തിക്കുക എന്നിവയാണ് നൽകിയിരിക്കുന്നത്. ചെണ്ട കൊട്ടിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? അപമാനിക്കുകയാണ്. എന്താണ്? അപമാനിക്കുക. ചെണ്ട കൊട്ടിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? അപമാനിക്കുകയാണ്. ചില ഭാഷാ ശൈലികൾ നോക്കാം. കിംവദന്തി എന്ന് പറഞ്ഞാൽ എന്താണ്? കേട്ടുകേൾവി ഉള്ളതാണ് കിംവദന്തി. കിംവദന്തി പറയുക എന്ന് പറയത്തില്ലേ? കിംവദന്തി കേട്ടുകേൾവി. ഭഗീരഥ പ്രയത്നം എന്ന് പറഞ്ഞാൽ വലിയ പരിശ്രമമാണ്. ഭഗീരഥ പ്രയത്നം, വലിയ പരിശ്രമം. ഉരുക്കഴിക്കുക എന്ന് പറഞ്ഞാൽ ആവർത്തിക്കുക. ഉരുക്കഴിക്കുക, ആവർത്തിക്കുക. ഈ ഉത്തരം ചുമക്കുന്ന ഗൗളി എന്ന് പറഞ്ഞാൽ എന്താ? വൃഥ ഗൗരവം നടിക്കുന്ന വ്യക്തിയാണ്. വൃഥ ഗൗരവം നടിക്കുന്ന വ്യക്തിയാണ് ഉത്തരം ചുമക്കുന്ന ഗൗളി എന്ന് പറയുന്നത്. എൻ പിള്ള നയം എന്ന് പറഞ്ഞാൽ സ്വാർത്ഥതയാണ്. എൻ പിള്ള നയം, സ്വാർത്ഥത. ഒമ്പതാം ഉത്സവം എന്ന് പറഞ്ഞാൽ വലിയ കോലാഹലമാണ്. ഒമ്പതാം ഉത്സവം എന്ന് പറഞ്ഞാൽ വലിയ കോലാഹലം. ഏട്ടിലെ പശു എന്ന് പറഞ്ഞാൽ എന്താ? പ്രയോജനശൂന്യം. ഏട്ടിലെ പശു പ്രയോജനശൂന്യം. കണ്ണിടുക എന്ന് പറഞ്ഞാൽ ആഗ്രഹിക്കുക. കണ്ണിടുക, ആഗ്രഹിക്കുക. ആചന്ദ്രാർക്കം. ആചന്ദ്രാർക്കം എന്ന് പറഞ്ഞാൽ എന്താ? ചന്ദ്രസൂര്യന്മാർ ഉള്ളതുവരെ എല്ലാ കാലത്തും. ആചന്ദ്രാർക്കം എന്ന് പറഞ്ഞാൽ ചന്ദ്രസൂര്യന്മാർ ഉള്ളതുവരെ എല്ലാ കാലവും. കുറുപ്പിന്റെ ഉറപ്പ് എന്ന് പറഞ്ഞാൽ എന്താ? ദൃഢതയില്ലാത്ത വാഗ്ദാനം. കുറുപ്പിന്റെ ഉറപ്പ്, ദൃഢതയില്ലാത്ത വാഗ്ദാനം. ഗളഹസ്തം ചെയ്യുക എന്ന് പറഞ്ഞാൽ പുറത്താക്കുക. ഗളഹസ്തം ചെയ്യുക, പുറത്താക്കുക. താപ്പാന എന്ന് പറഞ്ഞാൽ എന്താണ്? പരിചയസമ്പന്നൻ. താപ്പാന പരിചയസമ്പന്നനാണ്. ഓക്കെ അല്ലേ? അടുത്ത ചോദ്യം, വിപരീത പദം കണ്ടെത്തുക എന്ന് ചോദിച്ചിരിക്കുന്നു. വിപരീത പദം കണ്ടെത്തുക. ആധിക്യത്തിന് വിപരീത പദം കണ്ടെത്തുക എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആധിക്യത്തിന്റെ വിപരീതം എന്താണ്? ആധിക്യം വിപരീതം വൈരള്യമാണ്. എന്താണ്? വൈരള്യം. ആധിക്യം വിപരീതം വൈരള്യം. ഓക്കെ അല്ലേ? ചില വിപരീത പദങ്ങൾ നോക്കാം. ഉത്കൃഷ്ടത്തിന്റെ വിപരീതം എന്ന് പറയുന്നത് അപകൃഷ്ടമാണ്. ഉത്കൃഷ്ടം, അപകൃഷ്ടം. ആർദ്രമാണെങ്കിൽ ശുഷ്കമാണ് വിപരീതം. ആസ്തികനാണെങ്കിൽ നാസ്തികൻ. ഉദ്ഗതിയാണെങ്കിൽ അധോഗതി. ഖേദം മോദമാണ് വിപരീതം. പ്രശാന്തം പ്രക്ഷുബ്ധം. കൃതജ്ഞത കൃതജ്ഞത. നാനാത്വം ഏകത്വം. വിനീതൻ ഉദ്ധതൻ. സാഫല്യം വൈഫല്യം. ഉഗ്രം ശാന്തം. യഥാർത്ഥം അയഥാർത്ഥം. എന്താണ്? അയഥാർത്ഥം. ഉത്കൃഷ്ടം അപകൃഷ്ടം. ആർദ്രം ശുഷ്കം. ആസ്തികൻ നാസ്തികൻ. ഉദ്ഗതി അധോഗതി. ഖേദം മോദം. പ്രശാന്തം പ്രക്ഷുബ്ധം. കൃതജ്ഞത കൃതജ്ഞത. നാനാത്വം ഏകത്വം. വിനീതൻ ഉദ്ധതൻ. സാഫല്യം വൈഫല്യം. ഉഗ്രം ശാന്തം. യഥാർത്ഥം അയഥാർത്ഥം. ഓക്കെ അല്ലേ? അടുത്ത ചോദ്യം, 2018 എഴുത്തച്ഛൻ പുരസ്കാരം നേടിയ സാഹിത്യകാരൻ. 2018 എഴുത്തച്ഛൻ പുരസ്കാരം നേടിയ സാഹിത്യകാരൻ ആരാണ് എന്ന് ചോദിച്ചിരിക്കുന്നു. ഉത്തരം എന്ന് പറയുന്നത് ആരാണ്? എം മുകുന്ദനാണ്. 2018 എഴുത്തച്ഛൻ പുരസ്കാരം നേടിയത് ആരായിരുന്നു? എം മുകുന്ദനായിരുന്നു. ആരാണ്? എം മുകുന്ദനായിരുന്നു. ഓക്കെ അല്ലേ? 2024 എഴുത്തച്ഛൻ പുരസ്കാരം നേടിയത് ആരാണ്? NS മാധവനാണ്. ആരാണ്? NS മാധവനായിരുന്നു 2024 എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത്. ഓക്കെ. ദാസൻ, ബിന്ദു എന്നിവർ മുഖ്യ കഥാപാത്രമായി വരുന്ന എം മുകുന്ദന്റെ കൃതിയാണ് മയ്യഴിപ്പുഴയുടെ തീരങ്ങളിൽ. ഏതാണ്? മയ്യഴിപ്പുഴയുടെ തീരങ്ങളിൽ. ദാസൻ, ബിന്ദു എന്നിവർ മുഖ്യ കഥാപാത്രമായി വരുന്ന എം മുകുന്ദന്റെ കൃതിയാണ് മയ്യഴിപ്പുഴയുടെ തീരങ്ങളിൽ. രമേശ് പണിക്കർ എന്ന കഥാപാത്രമുള്ള എം മുകുന്ദന്റെ കൃതിയാണ് ഹരിദ്വാറിൽ മണികൾ മുഴങ്ങുന്നു. ഹരിദ്വാറിൽ മണികൾ മുഴങ്ങുന്നു. SK പൊറ്റക്കാടിനെ കേന്ദ്ര കഥാപാത്രമാക്കി എം മുകുന്ദൻ രചിച്ച നോവലാണ് പ്രവാസം. ഏതാണ്? പ്രവാസം. എം മുകുന്ദന് കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം നേടിക്കൊടുത്ത നോവലാണ് ഈ ലോകം അതിലൊരു മനുഷ്യൻ. ഈ ലോകം അതിലൊരു മനുഷ്യൻ. എം മുകുന്ദന് കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം നേടിക്കൊടുത്ത നോവലാണ് ദൈവത്തിന്റെ വികൃതികൾ. ഏതാണ്? ദൈവത്തിന്റെ വികൃതികൾ. K. സരള എന്ന തൂലികാനാമത്തിൽ കുട്ടികൾക്കായി MT രചിച്ച കൃതിയാണ് മാണിക്യക്കല്ല്. എന്താണ്? K. സരള എന്ന തൂലികാനാമത്തിൽ കുട്ടികൾക്കായി MT രചിച്ച കൃതിയാണ് മാണിക്യക്കല്ല്. ഏതാണ്? മാണിക്യക്കല്ല്. ഓക്കെ അല്ലേ? അടുത്ത ചോദ്യം,
വിലാസിനി എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്ന സാഹിത്യകാരൻ. വിലാസിനി എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്ന സാഹിത്യകാരൻ ആരാണ്? MK മേനോനാണ്. MK മേനോനാണ് വിലാസിനി എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്ന സാഹിത്യകാരൻ. MK മേനോൻ. ഓക്കെ അല്ലേ? NN കക്കാട് എന്ന് പറയുന്ന തൂലികാനാമത്തിൽ എഴുതുന്ന ആരാണ്? നാരായണൻ നമ്പൂതിരിയാണ്. NN കക്കാട്, നാരായണൻ നമ്പൂതിരി. പരശുരാമനാണെങ്കിൽ മൂർക്കോത്ത് കുഞ്ഞപ്പയാണ്. മൂർക്കോത്ത് കുഞ്ഞപ്പ. കണ്ടപ്പൻ എന്ന് പറയുന്ന തൂലികാനാമത്തിൽ കാരൂർ നീലകണ്ഠപിള്ള. കാരൂർ നീലകണ്ഠപിള്ള. MN പാലൂർ ആണെങ്കിലോ മാധവൻ നമ്പൂതിരി. മാധവൻ നമ്പൂതിരി. ആർസു എന്ന തൂലികാനാമം ആരുടേതാണ്? R സുരേന്ദ്രനാണ്. ആർസു R സുരേന്ദ്രൻ. തോപ്പിൽ ഭാസിയുടെ തൂലികാനാമം, തോപ്പിൽ ഭാസി എന്ന തൂലികാനാമത്തിൽ എഴുതിക്കൊണ്ടിരുന്നത് ഭാസ്കരപിള്ളയാണ്. ചെറുകാട് C ഗോവിന്ദ പിഷാരടി. ചെറുകാട് C ഗോവിന്ദ പിഷാരടി. സുമിത്രയാണെങ്കിൽ മങ്കൊമ്പ് ഗോപാലകൃഷ്ണൻ. മങ്കൊമ്പ് ഗോപാലകൃഷ്ണൻ. സോമൻ എന്ന തൂലികാനാമത്തിൽ എഴുതുന്ന ആരായിരുന്നു? തോപ്പിൽ ഭാസി തന്നെ. ആരാണ്? തോപ്പിൽ ഭാസി. ഓക്കെ. അടുത്ത ചോദ്യം, അന്യജീവനുതകി സ്വജീവിതം ധന്യമാക്കും അമലെ വിവേകികൾ കുമാരനാശാന്റെ ഏത് കൃതിയിലെ വരികളാണ് എന്ന് ചോദിച്ചിരിക്കുന്നു. ഉത്തരം എന്ന് പറയുന്നത് നളിനിയാണ്. ഏതാണ് ഉത്തരം? നളിനി. അന്യജീവനുതകി സ്വജീവിതം ധന്യമാക്കും അമലെ വിവേകികൾ എന്നത് കുമാരനാശാന്റെ നളിനി എന്ന കൃതിയിലെ വരികളാണ്. ഏതാണ്? നളിനി. ഓക്കെ അല്ലേ? സ്നേഹമാണ് അഖിലസാര മൊഴിയിൽ സ്നേഹസാഹരമിഹ സത്യമേകമാം എന്നത് കുമാരനാശാന്റെ നളിനി എന്ന കൃതിയിലേതാണ്. ഓക്കെ അല്ലെ? നമുക്കു നാമേ പണിവതു നാഗം നരകവും അതുപോലെ എന്നത് ഉള്ളൂരിന്റെ പ്രേമ സംഗീതത്തിലേതാണ്. ഉള്ളൂരിന്റെ പ്രേമ സംഗീതത്തിലേതാണ്. മറ്റുള്ള ഭാഷകൾ കേവലം ധാത്രിമാർ. മർത്യനും വെറ്റമ്മ തൻ ഭാഷ താൻ എന്നുള്ളത് വള്ളത്തോളിന്റെ എന്റെ ഭാഷ എന്ന് പറയുന്ന കൃതിയിലേതാണ്. വാക്കുകൾ കൂട്ടിച്ചൊല്ലാൻ വയ്യാത്ത കിടാങ്ങളെ ദീർഘദർശനം ചെയ്യും ദൈവജ്ഞരല്ലോ നിങ്ങൾ എന്നുള്ളത് വൈലോപ്പിള്ളിയുടെ മാമ്പഴം എന്ന് പറയുന്ന കൃതിയിലേതാണ്. ഓക്കെ അല്ലേ? അടുത്ത ചോദ്യം, നത്തിങ് ഈസ് വർത്ത് ദാൻ ദിസ് ഡേ. നത്തിങ് ഈസ് വർത്ത് ദാൻ ദിസ് ഡേ എന്നുള്ളതിന്റെ പരിഭാഷ അത് ഇന്നിനേക്കാൾ വിലപ്പെട്ടതായി ഒന്നുമില്ല. ഇന്നിനേക്കാൾ വിലപ്പെട്ടതായി ഒന്നുമില്ല എന്നുള്ളതാണ്. നത്തിങ് ഈസ് വർത്ത് ദാൻ ദിസ് ഡേ. ഇന്നിനേക്കാൾ വിലപ്പെട്ടതായി ഒന്നുമില്ല. അടുത്ത ചോദ്യം, ദ ലിറ്റിൽ നോളേജ് ഈസ് എ ഡേഞ്ചറസ് തിങ്. ദ ലിറ്റിൽ നോളേജ് ഈസ് എ ഡേഞ്ചറസ് തിങ്. എന്റെ പരിഭാഷ എന്ന് പറയുന്നത് എന്താണ്? അല്പജ്ഞാനം അപകടകരമാണ്. അല്പജ്ഞാനം അപകടകരമാണ്. അല്പജ്ഞാനം അപകടകരമാണ് എന്നുള്ളതാണ്. ദ ലിറ്റിൽ നോളേജ് ഈസ് എ ഡേഞ്ചറസ് തിങ്. ഓക്കെ അല്ലേ? I was taken aback to see my result എന്നതിന്റെ മലയാള തർജ്ജമ എന്ന് പറയുന്നത് എന്റെ പരീക്ഷാഫലം എന്നെ ഞെട്ടിച്ചു. I was taken aback to see my result എന്നതിന്റെ മലയാള പരിഭാഷ എന്റെ പരീക്ഷാഫലം എന്നെ ഞെട്ടിച്ചു. Forgetfulness is sometimes a blessing. Forgetfulness is sometimes a blessing എന്നതിന്റെ മലയാള പരിഭാഷ, മലയാള തർജ്ജമ എന്ന് പറയുന്നത് മറവി ചിലപ്പോൾ ഒരു അനുഗ്രഹമാണ് എന്നുള്ളതാണ്. ഓക്കെ അല്ലേ? അപ്പോൾ ഇത്രയും ചോദ്യങ്ങളായിരുന്നു മലയാളത്തിന്റെ ഭാഗത്തു നിന്നുള്ള വില്ലേജ് എക്സ്റ്റൻഷൻ ഓഫീസറിന്റെ എറണാകുളം, പാലക്കാട്, വയനാട് ജില്ലകൾക്ക് വേണ്ടി നടന്നത്. ഓക്കെ അല്ലേ? ഉത്തരങ്ങളും അനുബന്ധ വസ്തുതകളും നമുക്ക് അടുത്ത മലയാളം ക്ലാസ്സിൽ കാണാം. ക്ലാസ്സുകളൊക്കെ ഇഷ്ടമാകുന്നുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്. താങ്ക് യു.